വ്യക്തമായ ഒരു ബോധം, കൃത്യമായ എല്ലാത്തിനും അവലോകനം ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കും. ഒന്നിലും അന്ധവിശ്വാസത്തിലേക്ക് പോകാതെ അവനവനിലൊരു വിശ്വാസം, മാതാപിതാക്കളിലൊരു വിശ്വാസം, ഈശ്വരനിലൊരു വിശ്വാസം, സമൂഹത്തിലും രാഷ്ട്രത്തിലും ഒരു വിശ്വാസം വന്ന് നല്ല കുട്ടികളായി പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു റോങ് കാണുമ്പോൾ, അപ്രതീക്ഷിതമായിട്ടൊരു പ്രശ്നം വരുമ്പോൾ തളരാതെ സ്റ്റക്കാവാതെ ആ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണം, ദുഃഖങ്ങൾ വരുമ്പോൾ, ജീവിത പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പരീക്ഷകളിൽ എങ്ങനെ സന്തോഷപൂർണമായിട്ട് മുൻപന്തിയിലെത്താൻ കഴിയും, അതിനെ അതിജീവിക്കാനുള്ള പഠനം കൂടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് രാമായണം, മഹാഭാരതം തുടങ്ങിയ ഇതിഹാസ കഥകളിലൂടെയും അതുപോലെ ചരിത്ര പുരുഷന്മാരുടെ ധീരകഥകളിലൂടെയും അതുപോലെ ജീവിതത്തിൻ്റെ ചില ദുഃഖങ്ങൾ, ജനിച്ചാൽ ഒരിക്കലും മരിക്കുമെന്നും പല കഥകളെക്കുറിച്ചും അവരോട് ഭംഗിയായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഭാഗ്യവാന്മാരായ നമ്മൾക്ക് നല്ലൊരു പൈതൃകം, നല്ല ഒരു സംസ്കാരത്തിന് ഉടമകളായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ജനിച്ചത്. അതിനെ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ ഒന്നിനെയും ഭയക്കാതെ ഏത് സാഹചര്യത്തിലും അവർക്ക് അതിജീവിക്കാൻ കപ്പാസിറ്റിയുള്ള കുട്ടികളായിട്ട്, മാനസികവും ശാരീരികവുമായി കപ്പാസിറ്റിയുള്ള കുട്ടികളായിട്ട് ജീവിക്കാൻ കഴിയും. ഒരു കഥയിലൂടെ ഞാൻ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് അത് പറഞ്ഞു തരാം. വളരെ മഴയുള്ളൊരു ദിവസം ഒരു വണ്ടിക്കാരൻ തൻ്റെ കാളകളുമൊത്ത് സാധനങ്ങളുമായിട്ട് പോവുകയായിരുന്നു. ഒരു സമയത്ത് ആ വണ്ടി മഴ മൂലമുണ്ടായ കുഴി കാണാതെ ആ കുഴിയിൽ വീണു. അപ്പോൾ ഭയങ്കര ദൈവവിശ്വാസിയായിരുന്ന അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു. വേറെ ഒന്നും നീക്കാതെ അവിടെ മുട്ടുകുത്തിയിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയോ ദൈവത്തോട് കൈകൂപ്പിയോ, കഥയിലൂടെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്, പ്രാർത്ഥിച്ചു. ദൈവം, പണ്ടുകാലമായിരുന്നത് കൊണ്ട് കഥയാണ്, ദൈവം പ്രത്യക്ഷപ്പെട്ട് ഈ പ്രശ്നത്തെ നീക്കുമെന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. പക്ഷെ ദൈവത്തിന് അവിടെ ദേഷ്യമാണ് ഉണ്ടായത്. ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഇതിനൊക്കെ എന്തിനാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? നീ നിന്റെ മുതുകുപയോഗിച്ച് അല്ലെങ്കിൽ നീ ശക്തമായിട്ട് ഈ വണ്ടിയെ തള്ളി അപ്പുറത്തേക്ക് എത്തിച്ച് യാത്ര മുൻപോട്ട് പോവുക, അത് താങ്കൾക്ക് സാധിക്കുമല്ലോ. ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരർച്ചന അല്ലെങ്കിൽ ഈശ്വരന് അതൊന്നും മാറ്റിത്തരാൻ ഭഗവാനെ കൊണ്ട് സാധിക്കില്ല. നമ്മൾ തന്നെയാണ്. ജന്മങ്ങളിൽ ഏറ്റവും സുഹൃതമായ ജന്മമാണ് മനുഷ്യജന്മം. കാരണം നമുക്ക് ചിന്തിക്കാൻ വിവേകബുദ്ധിയുള്ള നല്ലൊരു തലച്ചോറ് നമുക്കുണ്ട്. കാരണം അതുകൊണ്ടാണല്ലോ നമ്മൾ പട്ടിയെയും സിംഹത്തെയും എല്ലാം നമുക്ക് മെരുക്കാൻ കഴിയും.